ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ ധരിക്കേണ്ടതായ ശരിയായ ആഭരണം ഏതാണ് എന്ന് ഒരു സുഭാഷിതത്തിലൂടെ നമുക്ക് നോക്കാം. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം ഹാരാ ന ചന്ദ്രോജ്വലാഹ. കേയൂരാണി കയ്യിൽ ധരിക്കുന്നതായിട്ടുള്ള ആഭരണം, വള തുടങ്ങിയവ ന ഭൂഷയന്തി പുരുഷം പുരുഷന് അലങ്കരിപ്പിക്കുന്നില്ല. ഹാരാൻ ന ചന്ദ്രോജ്വലാഹ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഹാര കഴുത്തിലണിയുന്നതായ ആഭരണങ്ങൾ, മാല തുടങ്ങിയവയും ഒരു പുരുഷന് ഭംഗി വർദ്ധിപ്പിക്കുന്നില്ല. ന സ്നാനം ന വിലേപനം ന കുസുമം നാലംഘൃതാമൂർധജ. സ്നാനം കുളി, വിലേപനം ലേപനം പുരട്ടുക, കുസുമം പുഷ്പം, അലങ്കൃതാമൂർധജ മുടി നന്നായി അലങ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരാളുടെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നില്ല, ഒരാളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നില്ല. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളത്? വാണ്യേഘാസമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ. വാണി വാക്കുകളാണ്, സമലങ്കരോതി പുരുഷം പുരുഷനെ അലങ്കരിക്കുന്നത്. ഒരു പുരുഷൻ്റെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നത് വാക്കുകളാണ്. എപ്രകാരത്തിലുള്ള വാക്കുകൾ? യാ സംസ്കൃതാധാര്യതേ സംസ്കാര സമ്പന്നമായിട്ടുള്ള വാക്കുകളാണ് ഒരു പുരുഷന് അലങ്കാരം ഉണ്ടാക്കുന്നത്, ഒരു പുരുഷന്റെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നത്. ചീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. ചീയന്തേ നശിച്ചു പോകുന്നു, ബാക്കിയുള്ള എല്ലാ ആഭരണങ്ങളാണെങ്കിലും എല്ലാ അലങ്കാര വസ്തുക്കളും നശിച്ചു പോകുന്നു. എന്നാൽ സതതം വാഗ്ഭൂഷണം ഭൂഷണം, വാക്കാകുന്ന ഭൂഷണം എല്ലായ്പ്പോഴും ഭൂഷണമായിക്കൊണ്ടു തന്നെ നിലനിൽക്കുന്നു, അതിന് ഒരിക്കലും നാശം വരുന്നില്ല. നല്ല വാക്കുകളെ കൊണ്ടുള്ളതായ ഭൂഷണം എപ്പോഴും നിലനിൽക്കുന്നു. Bracelets do not decorate a person, nor do necklace glittering like the moon, nor bath, nor smearing the body with fragrance, nor flowers, nor decorate hair. Only that speech embellishes a person which has been upheld with cultural refinement. Indeed, all ornaments decay. Ornament of speech is always the real ornament. സംസ്കാര സമ്പന്നമായിട്ടുള്ള വാക്കാണ് ഒരു മനുഷ്യൻ്റെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നത്, ബാക്കിയെല്ലാം തന്നെ നശിച്ചു പോകുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.